പരിശുദ്ധ അമ്മയിൽ സ്നേഹബഹുമാനപ്പെട്ട അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രൂപതയുടെ ഭദ്രാസന ദേവാലയത്തില് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ദർശന തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇത് രൂപതയുടെ തിരുനാളാണ്. രൂപത മക്കളെ എല്ലാവരെയും അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യേശുനാഥൻ അനുഗ്രഹിച്ചതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും അതിനുള്ള നന്ദി പറയുന്ന ദിവസവും കൂടിയാണ് ഈ തിരുനാൾ ദിനം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടുകൂടി ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും എല്ലാവരുടെയും വ്യക്തിജീവിതങ്ങളിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇടവകയിലും രൂപത മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈ ലോകത്തിൽ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. എല്ലാ ആഘോഷങ്ങളുടെയും അവസാനം വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാകുക സ്വാഭാവികമാണ്. തിരുനാളുകളുടെ ആഘോഷത്തില്, വിവാഹ ആഘോഷങ്ങളുടെ അവസാനത്തില്, ജന്മദിന ആഘോഷങ്ങളുടെ അവസാനത്തില് ഈ വിഭവസമൃദ്ധമായ ഭക്ഷണം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് മധുരം വിളമ്പാറുണ്ട്. ആ മധുരം കഴിച്ചു കഴിയുമ്പോഴാണ് സദ്യക്ക് ഒരു മാറ്റുണ്ടാകുന്നത്, അത് പൂർത്തിയാകുന്നത്. ഈ ലോകത്തില് ആരും ഒരിക്കലും നടത്തിയിട്ടില്ലാത്തതും ഇനി നടക്കുവാൻ സാധ്യതയുമില്ലാത്തതുമായ ഒരു വലിയ വിരുന്നൊരുക്കിയവനാണ് യേശുനാഥൻ. തൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം കൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു വാങ്ങി വലിയൊരു വിരുന്നൊഴുക്കി ഈ ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് താൻ ഒരുക്കിയ വിരുന്നിന് കൂടുതൽ മധുരം പകരാനായിട്ട് ഈ ലോകത്തിലേക്ക് മധുരമായി നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഏതാനും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സുവിശേഷമാണ് എങ്കിലും ഈ സുവിശേഷത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് ഈ കർമ്മല മാതാവിന്റെ ദർശന തിരുനാള് എന്ന്. എന്തുകൊണ്ടാണ് യേശുനാഥൻ അമ്മയെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായി നൽകുവാനുള്ള കാരണമെന്ന് ചോദിച്ചുകൊണ്ട് സുവിശേഷങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം ഇതാണ്. പരിശുദ്ധ അമ്മയാണ് ബലിവസ്തുവാകുന്ന യേശുനാഥനെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചവളാണ്. തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഒരു അൾത്താരെ ഒരുക്കിയവളാണ്. യേശുനാഥന്റെ കുരിശ് മറിയത്തിന്റെ ഹൃദയത്തിൽ എരിയുന്ന നെരിപ്പോട് പോലെയായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യേശുനാഥൻ തൻ്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപ് പരിശുദ്ധ മറിയത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മാധുര്യമുകരുന്ന സംരക്ഷകയായിട്ട് നമുക്കൊക്കെ നൽകിയതിന് കാരണം. നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മളൊക്കെ മരിയ ഭക്തരാണ് എന്ന്. മരിയ ഭക്തി നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ ശൈലിയാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മറിയത്തിന്റെ ജീവിതത്തിന്റെ ശൈലികൾ സ്വയത്തമാക്കണം. മറിയത്തിന്റെ ജീവിത ശൈലി എന്ന് പറയുന്നത് എന്താണ്?
മറിയത്തിന്റെ ജീവിതത്തിൽ തികഞ്ഞു നിന്നിരുന്ന ആ ഒരു ശൈലിയെ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റുമ്പോൾ നമ്മളെല്ലാവരും തികഞ്ഞ മരിയ ഭക്തരായി മാറുകയാണ്. മറിയത്തിന്റെ ജീവിതശൈലിയുടെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് മറിയത്തിന്റെ വിശ്വാസ ശൈലി തന്നെയാണ്. നമ്മളെല്ലാവരും വിശ്വാസ വർഷത്തിന്റെ നിറവിലാണ്. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച വിശ്വാസ വർഷം അവസാനിക്കുകയാണ്. നമ്മളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല പരിശുദ്ധ പിതാവ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചത്, മറിച്ച് നമ്മളെല്ലാവരും സ്വീകരിച്ച വിശ്വാസത്തിന്റെ ആഴവും പരപ്പുമൊക്കെ കുറഞ്ഞുപോയി എന്ന് തോന്നലാണ് പരിശുദ്ധ പിതാവ് ഒരു വിശ്വാസ വർഷം പ്രഖ്യാപിക്കുവാനായിട്ട് പ്രേരകനായി മാറിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം എപ്രകാരമായിരിക്കണമെന്ന്, അതൊരു ജീവിതത്തിന്റെ ശൈലിയാക്കി എങ്ങനെ നമുക്ക് മാറ്റാമെന്നതും കൂടി പരിശുദ്ധയമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് ഈ തിരുനാൾ ദിനം എന്നുള്ളത്. മറിയത്തിന്റെ വിശ്വാസം വളരെ ലളിതമായ ഒരു വിശ്വാസമായിരുന്നു. ആർക്കും കണ്ടുപിടിക്കുവാനായിട്ട്, ആർക്കും അനുകരിക്കുവാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് വഴി അമ്മയുടെ വിശ്വാസം വളരെ ലളിതമാണെന്ന് അമ്മ പ്രഖ്യാപിക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്ന സഹനങ്ങളെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചുമൊക്കെ അറിയാമായിരുന്ന മറിയം ദൈവത്തിന്റെ മുൻപിൽ തന്റെ ശിരസ് നമിച്ചുകൊണ്ട് ആ ദൈവഹിതം നിറവേറ്റുവാനുള്ള മനസ്സോടുകൂടി മുന്നോട്ട് വരുമ്പോൾ അമ്മയുടെ വിശ്വാസത്തിന്റെ ആഴവും പരപ്പുമൊക്കെ നമ്മൾ തിരിച്ചറിയുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മംഗളവാർത്ത നമ്മൾ കാണുകയാണ്. ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മയുടെ സമ്മതം ചോദിക്കുകയാണ്. നിന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന പരിശുദ്ധനായിരിക്കും, അവൻ ശക്തനായിരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്. അമ്മയുടെ സമ്മതം വാങ്ങി തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ അപ്രത്യക്ഷനാകുന്ന ആ ഒരു ദൂതൻ പിന്നീട് ഒരിക്കലും അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി നമ്മൾ കാണുന്നില്ല. അവിടം തുടങ്ങി മറിയത്തിന്റെ സഹനങ്ങൾ തുടരുകയാണ്. യേശുനാഥന്റെ പീഡാസഹനങ്ങൾ ആരംഭിക്കുന്നത് സ്നാപയോഹന്നാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥനെ ഈ ലോകത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് യേശുനാഥന്റെ ജീവിതത്തിലെ പീഡാസഹനങ്ങളുടെ ആരംഭം എന്നതുപോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം ആരംഭിക്കുകയും യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ ശിമിയോൻ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ ഭേദിക്കുമെന്ന് പറയുന്നതോടുകൂടിയാണ് മറിയത്തിന്റെ ജീവിതത്തിലെ സഹനങ്ങളുടെ ആരംഭമാകുന്നത്. അങ്ങനെ സഹനങ്ങളിലൂടെ സഹനങ്ങളുടെ വഴികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അമ്മയെ പിടിച്ചു നിർത്തിയത് ഈ ഒരു വിശ്വാസ ചൈതന്യമാണ്, ഈ ഒരു വിശ്വാസ തീക്ഷ്ണതയാണ്. തന്നെ ശക്തിപ്പെടുത്തുന്നവൻ തന്റെ മുന്നിലും തന്റെ പിന്നിലും തന്റെ ഇരുവശങ്ങളിലും ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം. ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നതുകൊണ്ട് മറിയത്തിന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകാനായിട്ട് സാധിച്ചു. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് സഭ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അനവധിയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും തട്ടി വീഴാറുണ്ട്. വീഴുമ്പോൾ അവിടെ കിടക്കാനുള്ളവരല്ല, മറിച്ച് എഴുന്നേൽക്കുവാനുള്ളവരാണ്. എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു വിശ്വാസ ചൈതന്യം ഉണ്ടാകണം. നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസം ലളിതമായിരിക്കുവാൻ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ടാകാം ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു തെരേസ്യ തന്റെ ജീവിതത്തിലെ സഹനങ്ങളുടെ വഴികളിലൂടെ പോയപ്പോൾ അവൾ പ്രാർത്ഥിച്ചത്, ജീസസ് ആൻഡ് മേരി പ്രേ ഫോർ us. മറിയത്തിന്റെ വിശ്വാസ ജീവിതം കണ്ട് അതിൽ ആകൃഷ്ടയായി തന്റെ ജീവിതത്തിലെ സഹനങ്ങളുമായിട്ട് അമ്മയുടെ ജീവിതത്തിലെ സഹനങ്ങളെ താരതമ്യപ്പെടുത്തിയപ്പോൾ ഇത് തുച്ഛമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിശുദ്ധ പ്രാർത്ഥിക്കുകയാണ്, ജീസസ് ആൻഡ് മേരി പ്രേ ഫോർ us. നമ്മുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിലെ സഹനങ്ങളും അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന സഹനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു കൺക്ലൂഷനിലെത്തുകയാണ്, നമ്മളുടെയൊക്കെ ഈ ജീവിതത്തിലെ സഹനങ്ങൾ എത്രയോ തുച്ഛമായി തീരുകയാണ്. അവിടെ നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. അവിടെ നമ്മുടെ വിശ്വാസങ്ങൾ ശക്തിപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം. രണ്ടാമത്തെ ശൈലി എന്ന് പറയുന്നത് മറിയത്തിന്റെ ജീവിതം പ്രാർത്ഥനയുടെ ഒരു ശൈലിയായിരുന്നു. പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ചിന്ത പോകേണ്ടത് കർമ്മല മലയിലേക്കാണ്. കർമ്മല മലയെ കുറിച്ച് പറയുമ്പോൾ അവിടെ
പ്രത്യക്ഷപ്പെടുന്ന പ്രവാചകനെ നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ കഴിയുകയില്ല. ഏലിയ പ്രവാചകൻ പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകന്റെ വരവോടുകൂടി ഭൂമിയിൽ വരൾച്ചയുണ്ടാകുകയാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവാചകൻ. ഈ വരൾച്ചയുടെ അവസാനവും ഈ കർമ്മലമലയിലെ ഒരു പ്രാർത്ഥനയിലൂടെയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രാർത്ഥനയുടെ നിറവില് വരൾച്ചകൾ അവസാനിക്കുകയാണ്. ഏലിയ പ്രവാചകൻ കർമ്മലമലയുടെ മുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യകരത്തോളമുള്ള ഒരു കാർമേഘം പൊന്തിവണ്ണ് അത് വലുതായി വൻമഴയായി പെയ്തിറങ്ങി എന്നുള്ളതാണ്. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു കുടുംബം വരൾച്ചയുടെ വക്കിലാണ്. വീഞ്ഞില്ലാതായിത്തീരുന്ന ഒരവസ്ഥ. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അപമാനവും പരിഹാസവും ഒക്കെ കടന്നു വരുവാനുള്ള വലിയൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ വീഞ്ഞു തീർന്നു പോയ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വരൾച്ചയുടെ അനുഭവമാണ്. അവിടെ അമ്മ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവൻ എന്താണ് പറഞ്ഞത്? ഒഴിഞ്ഞ കുടങ്ങൾ നിറയ്ക്കുവാനാണ് യേശുനാഥൻ അവരോട് കൽപ്പിച്ചത്. ഇന്ന് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് മാതാവ് കടന്നു വന്നുകൊണ്ട് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വരൾച്ചകൾ നമ്മൾ അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വരൾച്ചയാകാം, സാമ്പത്തികത്തിന്റെ വരൾച്ചയാകാം, തെറ്റിദ്ധാരണകൾ, അങ്ങനെ ഒരുപിടി സംഭവങ്ങൾ, സമാധാനത്തിന്റെ വരൾച്ചകൾ, അങ്ങനെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ഏതൊരു വരൾച്ചകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ അമ്മ പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. ഒഴിഞ്ഞ ഗുണങ്ങളായ നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ദൈവ സാന്നിധ്യം നിറയ്ക്കുവാനാണ് അമ്മ പറയുന്നത്. ഒഴിഞ്ഞ ഗുണങ്ങളാകുന്ന നമ്മുടെ ജീവിതങ്ങളെ, ഹൃദയങ്ങളെയൊക്കെ നിറയ്ക്കണമെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ നിറയ്ക്കേണ്ടത്? പ്രാർത്ഥന കൊണ്ടും വിശുദ്ധി കൊണ്ടും കൗദാശി ശക്തികൾ കൊണ്ടുമാണ് നമ്മുടെ ജീവിതമാകുന്ന ഒഴിഞ്ഞ കുടങ്ങളെ, ഹൃദയങ്ങളെ നമ്മൾ ഓരോരുത്തരും നിറയ്ക്കേണ്ടത്. ഈ ഒഴിഞ്ഞ കുടങ്ങൾ നിറയ്ക്കപ്പെടുമ്പോഴാണ് അവിടെ വരൾച്ചകളില്ലാതാകുന്നത്. അതിലൂടെ എല്ലാവർക്കും സമൃദ്ധമായ രീതിയിൽ എല്ലാം ഒഴുക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. മറിയത്തിന്റെ പ്രാർത്ഥന നന്ദിയുടെ പ്രാർത്ഥനയായിരുന്നു. തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് എലിസബത്ത് പറയുമ്പോഴും അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് സർവസ്വവും നൽകിയ തമ്പുരാന്റെ മുൻപിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് താൻ ഒന്നുമല്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ മാത്രമേ അവൻ്റെ ജീവിതം നന്ദിയുടെ ഒരു പ്രാർത്ഥനയായി തീരുകയുള്ളൂ എന്ന് അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് ഈ തിരുനാൾ ദിനം എന്ന് പറയുന്നത്. നന്ദി പറയാൻ മറന്നു പോകുന്നവരാണ് നമ്മളെപ്പോഴും. നമ്മളുടെ എപ്പോഴും ആഗ്രഹം എന്താണ്? ഇങ്ങോട്ട് കിട്ടണം, ഇങ്ങോട്ട് കിട്ടണം. എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്തവരാണ് നമ്മളൊക്കെ. ആരൊക്കെ എന്ത് നൽകിയാലും കിട്ടാത്തതിനെ കുറിച്ച് പരാതി പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറി. അത്രമാത്രം നന്മ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന്. അതുകൊണ്ടെന്താണ് അവരുടെ ജീവിതത്തിലെ നന്മ കണ്ടെത്തുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും അവരുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കി അത് പരിഹരിക്കുവാനും പരിശുദ്ധ മറിയത്തിന് സാധിച്ചത് അമ്മയുടെ ഈ നന്ദി നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു. അപ്പോൾ അമ്മ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്, നിങ്ങൾ മരിയ ഭക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശൈലിയാക്കി നിങ്ങൾ മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പോലെ നന്ദിയുടെ പ്രാർത്ഥന ജീവിതം നയിക്കുന്നവരാകുക. ജീവിതത്തിൽ എന്നും നന്ദി പറയുന്നവരായിട്ട് മാറാനായിട്ട് പരിശുദ്ധി അമ്മ നമ്മളെ
ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു ശൈലി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരമ്മയുടെ ജീവിത ശൈലി. യേശുനാഥൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര് പലതും യേശുനാഥൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്കത്ത് വിപരീതമായിട്ട് അവരുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അസ്വസ്ഥരാകുകയാണ്. സർവ്വതും നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതീതിയിലായിരുന്നു ശിഷ്യഗണം മുഴുവനും. ചില ആളുകൾ അവരുടെ പഴയ ജോലികളിലേക്ക് പോകാനായിട്ട് മനസ്സ് തോന്നുകയാണ്. അതിനുവേണ്ടി അവർ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ പരിശുദ്ധ അമ്മയാണ് ഈ മക്കളെ എല്ലാവരെയും സഹിയോൻ ശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അവരെ എല്ലാവരെയും പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യാശയുടെ ഒരു അനുഭവത്തിലേക്ക് അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത് മറിയത്തിന്റെ ഒരു സാന്നിധ്യമാണെന്ന് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുകയാണ്. അവിടെ മറിയം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളായി മാറുകയാണ്. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവിട്ടിട്ടില്ല. എൻ്റെ പ്രതീക്ഷകൾ കൂടുതൽ ശക്തിപ്പെട്ടത് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തിരുന്നപ്പോഴായിരുന്നു എന്നുള്ള സ്വയം തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അമ്മ മക്കളെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യാശയിലും പ്രതീക്ഷയിലും വളരുവാനായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒരമ്മയെയാണ് നമ്മൾ കാണുന്നത്. ആവിലായിലെ അമ്മ ത്രേസ്യ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു പോയി. ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും പരിചരണവും ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. അതിന് വലിയ ശാസ്ത്രങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതൊരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. ഇങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അമ്മയുടെ വേർപാടില് ഈ ആവിലായിലെ അമ്മ ത്രേസ്യ വളരെ ദുഃഖിതയായിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലാണ് ഈ അമ്മ ദേവാലയത്തിലേക്ക് പോകുന്നത്. അവിടെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുന്നിലായിരുന്നു. ഈ അമ്മയുടെ തേജസ്സുറ്റ മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അമ്മയെ കണ്ടെടുക്കുന്നതിൻ്റെ ഒരു അനുഭൂതിയിലേക്ക് ഈ വിശുദ്ധ കടന്നു വരികയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഈ അമ്മ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇന്നു മുതൽ ഈ അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറയുകയാണ്. എന്നെ സ്നേഹിക്കുകയും എന്നെ താലോലിക്കുകയും എന്നെ വാത്സല്യപൂർവ്വം കടാക്ഷിക്കുകയും എൻ്റെ ജീവിതത്തിലെ സകല സുഖ അനുഭവങ്ങളിലേക്ക് എന്നെ നയിക്കുവാൻ ശക്തിയുള്ള ഒരമ്മയെ ഇതാ ഞാൻ കണ്ടെത്തി എന്ന് പറയുകയാണ്. അവിടെയാണ് ഈ വിശുദ്ധയുടെ പ്രാർത്ഥനാ ചൈതന്യം കൂടുതൽ ശക്തിപ്പെടുക. പ്രാർത്ഥനയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ എഴുതി പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി പ്രാർത്ഥനയുടെ വേദപാരംഗതയായി ഇന്ന് സഭയെ വിശുദ്ധയെ വണങ്ങുന്നു എങ്കിൽ അതിനേറ്റവും മൂലകാരണമായി നിൽക്കുന്നത് ഈ ഒരു തിരിച്ചറിവാണ്. തൻ്റെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും പ്രത്യാശകളും നഷ്ടപ്പെട്ടു പോയി എന്ന് അറിഞ്ഞിരുന്ന നിമിഷത്തില് പരിശുദ്ധ കന്യകാമറിയത്തിനെ തൻ്റെ അമ്മയായി സ്വീകരിക്കുവാനുള്ള ഈ ഒരു വലിയ മനസ്സാണ് ആവിലായിലെ അമ്മ ത്രേസ്യയെ പുണ്യവതിയെ പ്രാർത്ഥനയുടെ വേദപരംഗതയാക്കി മാറ്റിയത്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശൈലികൾ രൂപപ്പെടണം. ഒരു കുടുംബം മുഴുവൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഇടവക മുഴുവൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാർന്നു തിന്നുന്നതായ വരൾച്ചകളൊക്കെ അവസാനിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരാനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് ഈ തിരുനാൾ ദിനമെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സമയമാണ്. ഇനി മൂന്നാമത്തത് പരിശുദ്ധ അമ്മ സംരക്ഷകയാണ്. സംരക്ഷണത്തിന്റെ ശൈലി എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരീയം തന്നെയാണ് മറിയം നൽകുന്ന ഏറ്റവും വലിയ സംരക്ഷണ വസ്ത്രം എന്ന്. സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും പ്രതിസന്ധികളുണ്ടായ സമയത്ത് വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ പരിശുദ്ധ കന്യകാമറിയം നൽകിയ ഉത്തരീയം ഒരു സംരക്ഷണ ഒരു വസ്ത്രമാണ്.
നമ്മളിപ്പോഴും ആ ഒരു ആചാരം തുടർന്നുകൊണ്ട് വരികയാണ്. എന്തുകൊണ്ടാണ്? ഉത്തരീയം ധരിക്കുമ്പോൾ ഒരു ശക്തി നമ്മളിൽ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ, ഒരു വിശ്വാസമാണ് നമ്മളെ പലപ്പോഴും ശക്തിപ്പെടുത്തുന്നത്. ഒരു വസ്ത്രം കൊടുക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ സ്വന്തമാക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. വിവാഹവേളയിൽ വരൻ വധുവിന് വസ്ത്രം നൽകുന്നു. ഇന്ന് തുടങ്ങി ഞാൻ നിന്റെ സംരക്ഷകനാണെന്നുള്ള ഒരു തോന്നലിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ വേളകളില് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മക്കളുടെയോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ മുഹൂർത്തം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും അവർക്ക് വാങ്ങിക്കൊടുക്കുന്നത് വസ്ത്രങ്ങളാണ്. ആ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നീ എനിക്ക് സ്വന്തമാണ്, ഞാൻ നിന്റെ സംരക്ഷകനാണ് എന്ന് പറയുന്നത് പോലെ ഈ ഉത്തരീയം നമ്മൾ ഓരോരുത്തരും ധരിക്കുമ്പോൾ ഓർക്കുക, മാതാവ് നമ്മളെ സംരക്ഷിക്കുകയാണ്. മാതാവിന്റെ സംരക്ഷണം വസ്ത്രമാണ്, ഉത്തരീയം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ദിനം കൂടിയാണ് ഈ തിരുനാള് എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു പേടകമാണ്. ആ പേടകത്തിലെ പാളികളാണ് വിശ്വാസവും പ്രാർത്ഥനയും സംരക്ഷണവുമൊക്കെ. ഈ പേടകത്തിന്റെ പാളികൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അകന്നു പോയാൽ ഈ ഭൂമിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ പേടകം തന്നെ തകർന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം പുറമേയുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലിയ സമ്മർദ്ദമാണ്. ശാസ്ത്രം പുരോഗമിക്കും തോറും സമ്മർദ്ദം കൂടി വരികയാണ്. കുടുംബമാകുന്ന പേടകത്തിന്റെ പാളികൾ എവിടെയൊക്കെയോ അകന്നു പോകുമ്പോൾ ആ അകൽച്ചയിലൂടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരായിട്ട് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ പല കുടുംബങ്ങളും കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, മറിച്ച് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നസ്രത്തിലെ കുടുംബത്തില് അമ്മയും അപ്പനും മകനും എങ്ങനെ ജീവിച്ചുവോ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും ഉയർത്തപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സംരക്ഷണ ചുമതലയുടെയും ഒക്കെ ശൈലികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സന്യാസ ഭവനങ്ങളിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മാത്രമാണ് പരിശുദ്ധ കർമ്മല മാതാവിന്റെ ദർശന തിരുനാള് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ ദർശന തിരുനാളുകളായി മാറുക. ബാഹ്യമായ സമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ പ്രലോഭനങ്ങളാണ്. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന പ്രലോഭനങ്ങളാണ്. ചിലപ്പോൾ മദ്യമാകാം, മയക്കുമരുന്നുകളാകാം, ആഡംബര ഭ്രമങ്ങളാകാം, ധൂർത്തുകളാകാം, ആത്മീയ ജീവിതത്തോടുള്ള വിരക്തിയാകാം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരിലും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ദുർഗുണങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുമെങ്കിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പേടകത്തിന്റെ പാളികൾ അകന്നു തുടങ്ങി എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ രൂപതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡി അഡിക്ഷൻ സെന്റർ, അല്ലെങ്കിൽ അമിതമായ രീതിയിൽ മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളെ ശുശ്രൂഷിക്കുവാനായിട്ട്, അവരെ പഴയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പുന്നപ്രയിൽ സ്ഥാപിതമായ തിബേരിയസിൽ ഓരോ മാസവും അനേകം പേര് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലും അവിടുത്തെ പരിപാടികളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് മദ്യം ഉപേക്ഷിക്കുന്നവരായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഈ കഴിഞ്ഞ ക്രിസ്മസിനും ഈസ്റ്ററിനും ഇങ്ങനെ മദ്യം ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതാനും വ്യക്തികളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാനുള്ള ഒരവസരം എനിക്ക് ഉണ്ടായി. ക്രിസ്മസിന്റെ അന്ന് വൈകുന്നേരം
ഈ മദ്യം ഉപേക്ഷിക്കുവാൻ തയ്യാറായി കടന്നു വന്ന 19 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും മക്കളും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലത്ത് അവിടെ അവരുടെ ജീവിതത്തില് പഴയ ക്രിസ്മസും ഇന്നത്തെ ക്രിസ്മസും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തി. പല വ്യക്തികളും പല കുടുംബത്തിലുള്ള സ്ത്രീകളും വളരെയേറെ സന്തോഷവതികളായി അന്ന് കാണപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവർ പറയുന്നത്, ഇന്നത്തെ ഈ ക്രിസ്മസും ഇന്നത്തെ ഈ ഈസ്റ്ററും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം നൽകുന്ന ഒരവസ്ഥയാണ്. ഇത്രമാത്രം സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്ന് അവിടെ ഇരുന്ന വ്യക്തികൾ പറയുമ്പോൾ ഓർക്കുക, മനസ്സാന്തരത്തിലെത്തി കടന്നു വരുവാനായിട്ട് പുത്തൻ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങള് നമ്മളിൽ എല്ലാവരിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മറന്നേക്കി പുറത്തു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലകളിലാണ് നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടു പോയത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഈ തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ ശക്തിയായി നിൽക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയുടെ ജീവിത ശൈലികളെ നമുക്കും സ്വായത്തമാക്കാം. മരിയ ഭക്തരെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നതിനപ്പുറമായിട്ട് ജീവിതത്തിലൂടെ മരിയ ഭക്തി പ്രചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും സംരക്ഷണയുടെയും ഒക്കെ ചുമതലകള്, ഉത്തരവാദിത്തങ്ങള് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും നിറവേറ്റിക്കൊണ്ട് വിശുദ്ധിയുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കാലെടുത്ത് വയ്ക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ പിന്നാലെ ആരൊക്കെയാണോ മടിച്ചു നിന്നത് അവരെല്ലാവരും നമ്മുടെ പിന്നാലെ കടന്നു വരും. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു സമൂഹത്തെ, ഒരു വിശ്വാസ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ അവസാനം വിളമ്പിയ ഏറ്റവും മാധുര്യമേറിയ മധുരപലഹാരമായ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്തി ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ നമുക്കും പരിശ്രമിക്കാം. അമ്മയുടെ ചിത്രം കരങ്ങളിൽ എന്തിക്കൊണ്ടോ ഉത്തരീയം കഴുത്തിൽ ധരിച്ചത് കൊണ്ടോ നമ്മളാരും മരിയ ഭക്തരായി മാറുവാൻ പോകുന്നില്ല. മറിച്ച് അമ്മയുടെ ജീവിത